വിളിച്ചാടുന്നു. ഞാൻ സെന്റ് മേരീസ് HSS കിടങ്ങൂർ സ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് സാമൂഹ്യ ടൂറിസ്റ്റ്. ഞാൻ കിടങ്ങൂർ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ തിമോത്തി സിബൻ, സെന്റ് മേരീസ് HSS കിടങ്ങൂർ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. ഊർജ്ജ ഉൽപാദനത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് ഇന്നത്തെ ലോകം. ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ആശയം കാന്തം കൊണ്ടുള്ള വൈദ്യുതി ഉൽപാദനമാണ്. പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള വൈദ്യുതി ഉൽപാദനം നമുക്ക് കാണാം. ഒന്നോർത്ത് നോക്കൂ, റോഡുകളിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ വൈദ്യുതി ഉണ്ടാകുന്നത് എത്ര മനോഹരമായിരിക്കും. മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന സാധ്യത ഉപയോഗിച്ചാണ് നാം റോഡിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതൊരു പൊതുഗതാഗത സംവിധാനത്തിലെ മോഡലാണ്. ഈ റോഡിന്റെ പ്രത്യേകത, ഇതിൽ ഒരു ഹമ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ വാഹനങ്ങൾ കടക്കുമ്പോൾ ഹമ്പ് താഴുകയും അതിന്റെ ഫലമായി വൈദ്യുതി ഉൽപാദനം ചെയ്യുകയും ചെയ്യും. നമുക്ക് ഇതൊന്ന് പ്രവർത്തിപ്പിച്ചു. ഇവിടെ ഈ ഒരു വാഹനം ഈ ഹമ്പിന്റെ മുകളിലൂടെ പാസ് ചെയ്യുമ്പോൾ ഹമ്പ് താഴുകയും അതിന്റെ ഫലമായി വൈദ്യുതി ഉൽപാദനം ചെയ്യുകയും ചെയ്യും. വാഹനം പാസ് ചെയ്ത ശേഷം ഹമ്പ് ഉയരുകയും ഇവിടെ വൈദ്യുതി ഉൽപാദനം നിൽക്കുകയും ചെയ്യും. ഇത് 2 കോയിലുകളാണ്. ഈ 2 കോയിലുകൾ ഹമ്പിൻ്റെ താഴെ സ്ഥാപിച്ചിരിക്കുന്നു. ഹമ്പ് താഴുമ്പോൾ ഹമ്പിൻ്റെ താഴെ 2 ബാർ മാഗ്നറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഹമ്പ് താഴുമ്പോൾ അതിൻ്റെ ഫലമായി ബാർ മാഗ്നറ്റുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അതിൻ്റെ ഫലമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഈ പ്രോജക്റ്റിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പരിസ്ഥിതി മലിനീകരണവും വായു മലിനീകരണവും ഇല്ലാതെ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. ദിവസം തോറും വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഈ പൊതുഗതാഗതത്തിലെ തിരക്ക് നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. മാറിവരുന്ന ലോകത്തിൽ കൂടുതൽ അളവിൽ വൈദ്യുതി നിർമ്മിക്കാൻ